കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റാർ കാസ്റ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ നിലവിൽ നോക്കി കാണുന്ന, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ പ്രേരിപ്പിക്കുന്ന ഏത് ഘടകം വെച്ച് നോക്കുകയാണെങ്കിലും ബാക്കി എല്ലാ ജോൺറീസിനും അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഇന്ന ഡയറക്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന റൈറ്റർ എഴുതുന്ന, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലുള്ള ഇന്ന ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ മെയിൻലി ഒരു സിനിമയെ ഫോക്കസ് ചെയ്യുമ്പോൾ, ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഇല്ലെങ്കിലും ആ സിനിമ നല്ലതായാലും എന്തായാലും അതിന് ഓഡിയൻസ് ഉണ്ടാവും എന്നുള്ള ഒരു സ്പേസ് ഉള്ള ഒരേ ഒരു ജോൺറേ ഉള്ളൂ, അത് ഹൊറർ ജോൺറയാണ്. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ഹൊറർ ജോൺറയെ പറ്റിയിട്ടാണ്. നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് സംസാരിക്കാൻ പോണ പടത്തിന് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതൊരു അനിമേഷൻ പടമാണ്. പടത്തിന്റെ പേര് കോറലൈൻ. ശരിക്കും മെയിൻ സ്ട്രീം ഹൊറർ സിനിമകൾ തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനോട് തന്നെ ഒന്ന് എന്താ പറയുക ഒപ്പം വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള, അതിന്റെ തന്നെ ഒപ്പം ആ ലെവലിൽ തന്നെ, ഇതിപ്പോ എക്സോസിസ് ആണെങ്കിൽ ഞാൻ അധികം ഹൊറർ സിനിമ കണ്ടിട്ടില്ല. മെയിൻ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ എനിക്ക് വർക്കും ആയിട്ടില്ല. സൈറ്റ് ആൻഡ് സ്ലേവ്സ് പാർട്ട് 2 ഒക്കെ ഞാൻ കണ്ട, പക്ഷെ എനിക്ക് വർക്കല്ല. അപ്പം ആ ഒരു ലെവലിൽ തന്നെ വെക്കാൻ പറ്റുന്ന അത്രയും ഹൊറർ എക്സ്പീരിയൻസ്, അത്രയും ഒരു മൂഡ് സെറ്റിങ് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് ഈ കോറലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ. ശരിക്കും ഹോണ്ടിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ആ പടത്തിലുണ്ട്. പിന്നെ നമ്മളത് കാണുമ്പം നമുക്കത് കണ്ടിട്ട് പേടി ഫീൽ ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി ഉള്ള, അത്ര ഒരു സ്പേസിൽ നിൽക്കുന്ന, നിലവിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കോറലൈൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ കുറച്ചധികം ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഞാൻ കണ്ട കോറലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം കണ്ടേ. ഓക്കെ, അനിമേഷൻ മൂവീസിൽ നല്ല ടോപ്പ് സാധനങ്ങൾ സ്പെഷ്യലായിട്ട് എടുത്ത് കണ്ട ഒരു പടമാണിത്. ഇത് കാണുന്നതിന് മുന്നേ വരെ എനിക്ക് അനിമേഷൻ സിനിമകളെ പറ്റിയിട്ട് ഒരു ടെംപ്ലേറ്റ് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അനിമേഷൻ സിനിമകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോറലൈൻ കണ്ടതിന് ശേഷം എനിക്ക് ടോട്ടലി ഞാൻ അനിമേഷൻ സിനിമകൾ കാണുന്നതിലുള്ള കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറ്റിയൊരു സിനിമയാണ് കോറലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ. ഇത് പക്ക ഒരു ഇച്ചിരി മെച്ചൂർഡ് ഓഡിയൻസ് കാണേണ്ടിയിരുന്ന ഒരു പടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പട്ടി, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇങ്ങനെ താമസിക്കുന്ന ഒരു സാധനമൊക്കെ ഈ കാർട്ടൂൺ നെറ്റ്വർക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഹൊറർ പരിപാടിയിൽ വർക്കാവുന്ന ഒരു സാധനമായിരുന്നു. ഏറെക്കുറെ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് കോറലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരീസ് അല്ല സിനിമ അല്ല ഈ കറേജ് ഓഫ് ദ അതിന് പടത്തിന്റെ പേര് കിട്ടി, അല്ല കാർട്ടൂണിന്റെ പേര് കിട്ടി കറേജ് ഓഫ് ദ ഹൊവാർഡ്ലി. ഓക്കെ, അപ്പൊ അതാണ്. അതായത് മെയിനായിട്ട് ഈ ഒരു സംഭവം സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ, അനിമേഷനിൽ ഹൊറർ വർക്കായിട്ടുള്ള, അതും ഇത്ര ഇന്റൻസ് ആയിട്ട് വർക്കായിട്ടുള്ള വേറെ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നത്. എനിക്ക് പറയാൻ തോന്നുന്നതൊക്കെ തന്നെയാണ് ഞാൻ പറയണത്, വേറെ കാര്യം. അപ്പം കോറലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടം ഒരു മെച്ചൂർഡ് ഓഡിയൻസ് ഡിസർവ് ചെയ്യുന്ന ഒരു മെച്ചൂർഡ് ഓഡിയൻസിലേക്ക് എത്തേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു അനിമേഷൻ സിനിമ ആയതുകൊണ്ട് ഒരു പിള്ളേരുടെ ഒരു സെഗ്മെന്റിൽ നിൽക്കാതെ അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കേണ്ട, ഡിസർവ് ചെയ്യുന്ന ജോൺറെ വെച്ചിട്ട് അത് ഡിസർവ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കോറലൈൻ കാണാത്തവര് കണ്ടുവെക്കാൻ ട്രൈ ചെയ്യണം. അനിമേഷൻ മൂവി ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കുന്ന ആൾക്കാർ, അനിമേഷൻ മൂവി ആണല്ലോ അങ്ങനെ, അതുകൊണ്ട് അങ്ങനെ മാറ്റി വെക്കുന്ന ആൾക്കാർക്ക് കോറലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹൊറർ പടം കണ്ടാൽ നന്നായിരിക്കും.